എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടത് ടെൻസുകളാണ്. ടെൻസസ് 12 വിധത്തിലാണ് ഉള്ളത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ടു ബി ഫോംസ് ആണ്. ടെൻസസ് മാറുമ്പോൾ സബ്ജക്റ്റിനനുസരിച്ച് ബിയുടെ രൂപവും എങ്ങനെ മാറുന്നു എന്ന് നോക്കാം. ഏതൊക്കെയാണ് ബിയുടെ രൂപങ്ങൾ? കുറേ പേർക്കൊക്കെ അറിയാമല്ലേ. ആം, ഈസ്, ആർ, വാസ്, വേർ എന്നിങ്ങനെയൊക്കെയാണ്. നമ്മളിവിടെ കോമൺ ആയിട്ടുള്ള സബ്ജക്ട്സ് നോക്കുന്നത് ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ എന്നിവയാണ്. ആദ്യം നമുക്ക് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് ഇവയിൽ എങ്ങനെയാണ് ബിയുടെ ഫോംസ് വരുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യത്തേത് പ്രസൻറ്റ് ടെൻസ് ആണ് പറഞ്ഞത്. നമ്മൾ ഈ പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം കേട്ടോ. പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ എങ്ങനെയാണ് ബി ഫോംസ് വരുന്നത്? ഐ, ആം അല്ലേ? ഐയുടെ കൂടെ എപ്പോഴും പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ആം എന്ന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. യു ആർ, ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, വി ആർ, ദേ ആർ. സിമ്പിളാണ് അല്ലേ? സിംഗുലറിൻ്റെ കൂടെ നമ്മൾ ഈസ് എന്നും പ്ലൂരലിൻ്റെ കൂടെ നമ്മൾ ആർ എന്നും ആണ് ഉപയോഗിക്കുന്നത്. ഐയുടെ കൂടെ എപ്പോഴും ആം എന്നും യു എന്നത് നിങ്ങൾ അല്ലെങ്കിൽ നീ എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് പ്ലൂരലായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ ആം ഫ്രം ന്യൂസിലാൻഡ്. You are students. He is 20 years old. She is a teacher. It is a big dog. We are intelligent. They are married. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിൽ ബിയുടെ ഫോംസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ഐയുടെ കൂടെ ഉപയോഗിക്കുന്നത് എന്താണ്? was. You were. He was. She was. It was. We were. They were. മനസ്സിലായല്ലോ? സിംഗുലർ ആണ് സബ്ജക്റ്റ് വരുന്നത് എങ്കിൽ was എന്നും പ്ലൂരൽ ആണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത് എങ്കിൽ were എന്നുമാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ? ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. I was a dancer. You were going to school. He was at home. She was sleeping. It was running. We were happy. They were at home. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലെ ടെൻസിനെ കുറിച്ചോ ING ഫോം വരുന്നതിനെക്കുറിച്ചോ ഒന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ നോക്കാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് പെർഫെക്റ്റ് ടെൻസിൽ ബിയുടെ ഫോംസ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. പെർഫെക്റ്റ് ടെൻസ് വരുന്നത് രണ്ട് രീതിയിലാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഹാസ് ഓർ ഹാവ് ആണ് വരുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഹാഡ് ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഐ ഹാവ് ബീൻ. യു ഹാവ് ബീൻ. ഹി ഹാസ് ബീൻ. ഷീ ഹാസ് ബീൻ. ഇറ്റ് ഹാസ് ബീൻ. വി ഹാവ് ബീൻ. ദേ ഹാവ് ബീൻ. ക്ലിയർ? സിംഗുലർ ആണെങ്കിൽ ഹാസ് എന്നും പ്ലൂരൽ ആണെങ്കിൽ ഹാവ് എന്നുമാണ് ചേർക്കേണ്ടത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കണം. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് വേറെ തരംതിരിവൊന്നും വരുന്നില്ല. എല്ലാം ഹാഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഐ ഹാഡ് ബീൻ, ഷീ ഹാഡ് ബീൻ, ഹി ഹാഡ് ബീൻ എല്ലാം ഹാഡ് ബീൻ തന്നെയാണ് വരുന്നത്. ഇതിനും നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ 2 years. You have been building this house since 2020. He has been working in this office for 5 years. She has been waiting for you for 1 hour. It has been raining for several days. We have been playing cricket for an hour. They have been together since 2018.
ഈ സെൻറ്റൻസുകളിൽ നമ്മൾ സൂചിപ്പിക്കുന്ന പ്രവൃത്തി തുടങ്ങിയിട്ടുള്ളത് കുറച്ച് നാളുകൾക്ക് മുൻപാണ്. അപ്പോൾ ആ ഒരു പ്രവൃത്തി ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഈ ഒരു ടെൻസിൽ കാണിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം. അടുത്തത് നമ്മൾ നോക്കുന്നത് ഫ്യൂച്ചർ ടെൻസിൽ ബി ഫോംസ് എങ്ങനെയാണെന്ന്. ഏറ്റവും എളുപ്പമാണ്. എല്ലാ സബ്ജക്ട്സിൻ്റെയും കൂടെ നമ്മൾ വിൽ ബി എന്ന് ആഡ് ചെയ്യുകയേ വേണ്ടൂ. ഐ വിൽ ബി, യു വിൽ ബി, ഹി വിൽ ബി, ഷീ വിൽ ബി, ഇറ്റ് വിൽ ബി, വി വിൽ ബി, ദേ വിൽ ബി. ഓക്കെ, അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. I will be in office at 3 o'clock. You will be in Delhi on next Monday. He will be at home tomorrow. She will be at home tomorrow. It will be all right within 2 days. We will be in Delhi on next Sunday. They will be working at that time. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഗ്രാമറിൻ്റെ ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം അല്ലെങ്കിൽ കുറച്ചും കൂടെ മനസ്സിലാക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.